ഹലോ ഗൈസ്, വൈബ്സ് വേൾഡ് വിത്ത് അച്ചൂസ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുന്നവരെ മറക്കരുത്. ഇപ്പം ലൈവിനകത്ത് നടന്നത് നമ്മുടെ ജയിൽ നോമിനേഷനാണ്. ജയിൽ നോമിനേഷനകത്ത് അനുമോളും അനീഷുമാണ് ജയിലിൽ പോകുന്നത്. അനുമോൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നല്ല അടിപൊളി ഗെയിം കളിച്ചിട്ടുണ്ടായിരുന്നു. ആ അടിപൊളി ഗെയിമിൽ തലയും കുത്തി വീണ കുറേ മരമണ്ടന്മാരുണ്ടല്ലോ, അവന്മാർ അനുമോൾ ജയിലിലോട്ട് വിട്ടു. ഇവന്മാർ വിടുന്നതിന് മുന്നേ തന്നെ അനുമോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ജയിലിൽ പോകണം, എനിക്ക് ജയിലിൽ പോകുന്നതാണ് ഇഷ്ടമെന്ന് അനുമോൾ പറയുന്നത്. എനിക്ക് എങ്ങനെയല്ലേ ജയിലിൽ പോകണമെന്ന്. അതേപടി ഇവരെന്തോ വലിയ സംഭവങ്ങൾ അനുമോളെ അങ്ങനെ ചെയ്തെന്ന് ഓർത്തുകൊണ്ട് അവർ ജയിലിൽ വിട്ടു. അനുമോൾ കിച്ചൺ ഡ്യൂട്ടി ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ അനീഷ് സ്വച്ഛാധിപതി എന്ന് പറഞ്ഞ ഇതിനകത്ത് ടാസ്കിനകത്ത് അവിടെ കിടന്ന് കൂടുതൽ നേരം ഉറങ്ങി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ജയിലിൽ വിട്ടത്. ഇവർ അപ്പാനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഇവൾ എങ്ങനെയല്ല ഒന്ന് പുറത്തുകൊണ്ട് എങ്ങനെ ജയിലിൽ പോയി കിടക്കട്ടെ, ഗെയിം കളിക്കാൻ അറിയത്തില്ല, ഇവർക്കൊന്നും ഗെയിം കളിക്കില്ല അറിയത്തില്ലാത്തെന്ന് അനുമോളുടെ കുഴപ്പമാണോ? അനുമോൾ നടക്കുമ്പോഴും പോകുമ്പോഴും എല്ലാം പോയിരുന്ന അനുമോളെ ബുള്ളി ചെയ്തവരെ ഒരു ബുള്ളി ഗ്യാങ് എല്ലാം കൂടെ തീരുമാനിച്ച് അനുമോളെ ജയിലിൽ വിട്ടു. അത് അനുമോൾക്ക് നല്ലതാ. അനുമോക്കറിയാം. അനുമോള് ശൈത്യയോട് പറഞ്ഞു, ഞാനാണ് ഇവിടെ രാജ്ഞി, ഇനി വാഴാൻ പോകുന്ന രാജ്ഞി ഞാനാണ്. കറക്റ്റ് ഗെയിം ഏതൊക്കെ റൂട്ടിൽ കൂടെ പോകുന്നെന്ന് അനുമോക്ക് നല്ല രീതിയിൽ അറിയാം. മരപ്പൊട്ടന്മാരും മരമണ്ടന്മാരുമായി ഇവർക്ക് മാത്രം ഒന്നും മനസ്സിലാകുന്നില്ല. അതിലെ ഇപ്പം ഗ്യാങ്ങുകൾ പല 3 ഗ്യാങ്ങുകളായിട്ടുണ്ട് വീട്ടിൽ. ഒരു ഗ്യാങ് നമ്മുടെ ഷാനവാസിൻ്റെ ടീം, പിന്നെ അനുമോളുടെ കൂടെ ആദില, നൂറ, ശൈത്യ ഇത്രയും പേര് ചേർന്നിട്ടുണ്ട്. മറ്റേത് അക്ബറിൻ്റെ വലിയ ഗ്യാങ്, ബുള്ളി ഗ്യാങ്. അക്ബറിൻ്റെ ഗ്യാങ്ങിന് ഇനി പേര് വിളിക്കേണ്ട, ബുള്ളി ഗ്യാങ്. അനുമോൾ എങ്ങോട്ട് തിരിഞ്ഞാലും ഈ അക്ബർ പാട്ട് പാടിക്കൊണ്ട് ബുള്ളി എന്നുള്ളതാണ് അക്ബറിൻ്റെ ഇത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ.